നമ്മൾ പണ്ടുള്ള മനുഷ്യർ പറയില്ലേ, അവന് നാരദൻ്റെ റോളാ, അവിടെയും പറയും ഇവിടെയും പറയും എല്ലായിടത്തും ചെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും എന്നിങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഇന്നിപ്പം ആ ഇത് ഏറ്റെടുത്തേക്കുന്നത്, ആ റോൾ ഏറ്റെടുത്തേക്കുന്നത് മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോണിൽ കൂടെ നമ്മൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അവസാനം പ്രശ്നങ്ങളാകുകയും ചെയ്യും. എന്നിട്ട് ഞാനെന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നും പറഞ്ഞ് ഇരിക്കുകയും ചെയ്യും. പിന്നെ ചില മാതാപിതാക്കൾ കൊണ്ടിട്ടോ കൊച്ചുമക്കളെ വെച്ചിട്ടുള്ള ഇങ്ങനെ നാരദം കളിയുണ്ട്. കൊച്ചുമക്കളെ പറഞ്ഞ് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കും പറഞ്ഞു വിടും. അവർ പറയണ എന്താണെന്ന് എല്ലാം കൊച്ച് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഈ വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും അടുത്ത് വന്ന് പറയുന്ന റൂളുമുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനത്തെ ചീപ്പ് പരിപാടികളെല്ലാം നിർത്തുക. എന്തിനാ ഇങ്ങനെ കുഞ്ഞുമക്കളുടെ മനസ്സിൽ കൂടും ഇങ്ങനെ വിഷങ്ങൾ കുത്തിവെക്കുന്നത്? അപ്പം മക്കളെ ഒന്നും ഇതിനകത്ത് ഇടപെടുത്താണ്ടിരിക്കുക. ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലാന്നേ, ഒരു പ്രയോജനമില്ല. അറിഞ്ഞിട്ട് എന്തെങ്കിലും തിരുത്താൻ പറ്റുമോ? ആർക്കെങ്കിലും തിരുത്താൻ പറ്റുമോ? നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക, നമ്മൾ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ കേൾക്കുന്നില്ലെങ്കിൽ നമ്മൾ അതനുസരിച്ച് അങ്ങ് മുന്നോട്ട് പോവുക. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പകുതി പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അതിന് പല മാതാപിതാക്കളും ചെയ്യണം, അവനവൻ്റെ കാര്യം ചെയ്യുകയില്ല, മറ്റുള്ളവരുടെ കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. കാര്യം പറഞ്ഞാൽ നിങ്ങളായിരിക്കാം മക്കളെ വളർത്തിയതും എല്ലാ കാര്യങ്ങളും. പക്ഷേ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഒന്നും ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക. ഒത്തിരി പ്രശ്നങ്ങൾ കണ്ണടച്ച് വിട്ടിട്ടുണ്ട്, തീരാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള നാരദൻ്റേതായ റോളുകളൊക്കെ ഒന്ന് കളഞ്ഞ് സ്വന്തം ജീവിതം നന്നായിട്ട് ഉള്ള സമയം ആസ്വദിക്കാൻ ശ്രമിക്കുക. അതാണ് വേണ്ടത് കേട്ടോ, അല്ലാതെ വേറൊന്നുമല്ല. ഇതൊത്തിരി പേര് പറയണ കേട്ടതുകൊണ്ടാണ്. അപ്പം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ശരിയാണോ എന്ന്. അപ്പം മൊബൈൽ ഫോണിൽ കൂടെയുള്ള ആവശ്യമില്ലാത്ത വിളികളും അവിടുന്ന് കുറച്ചങ്ങോട്ട് ന്യൂസ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് കുറച്ച് ന്യൂസ് പിടിക്കുന്ന സ്വഭാവവും കൊച്ചുമക്കളെ വെച്ച് ന്യൂസ് പിടിക്കുന്ന സ്വഭാവവും ഒക്കെ നിർത്തുക. അതൊക്കെ ചീത്തയാണ്. അത് ഇനി അച്ഛനും അമ്മയോ മക്കളെ പറഞ്ഞു വിടണമെങ്കിൽ പോലും വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും അടുത്ത് പറഞ്ഞിട്ട് അവരുടെ ന്യൂസ് പിടിക്കുകയാണെങ്കിൽ, തിരിച്ചാണെങ്കിലും ഏത് രീതിയാണെങ്കിലും ഏറ്റവും ചീപ്പായ സ്വഭാവമാണ് അത്. ശ്രദ്ധിച്ചു നോക്കിയാൽ ശരിയാണോ?